October 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വിൻറ്റേജ് കോഹ്ലി ഡസ് ഇറ്റ് ഫോർ ഇന്ത്യ ഇൻ എ ത്രില്ലർ അഗൻസ്റ്റ് പാകിസ്ഥാൻ. ആദ്യത്തെ 2020 മാച്ചിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ 2020-ൽ ആദ്യമായിട്ടായിരുന്നു ഒരു വേൾഡ് സ്റ്റേജിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നത്. പക്ഷേ അതിന് പകരം എന്നോണം ഇപ്രാവശ്യം വിരാട് കോഹ്ലിയുടെ പെർഫോമൻസിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. രണ്ടാമത്തത് കേരള ഗവർണർ റിമാൻഡ്സ് 9 VCs ടു ടെൻഡർ ദ റെസിഗ്നേഷൻസ് ബൈ ടുഡേ. 9 വൈസ് ചാൻസലേഴ്സിൻ്റെ റെസിഗ്നേഷൻസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള ഗവർണർ. ആക്ച്വലി VC നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് നിലനിൽക്കെ ഈ പറയുന്ന നമുക്കറിയാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേരള ഗവർണറും അതുപോലെ തന്നെ കേരള ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസായിട്ടും അല്ലാതായിട്ടും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നമ്മൾ ഹിന്ദു ന്യൂസ് റിവ്യൂവിൽ ചെയ്തൊരു കാര്യമായിരുന്നു. അതായത് പഞ്ചാബിൽ ഇതുപോലെ ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് ഗവർണറും അവിടുത്തെ എക്സിസ്റ്റിംഗ് ഗവർണറുമായിട്ടുള്ള റിഫ്റ്റുകൾ ഉണ്ട് എന്ന രീതിയിൽ ന്യൂസ് വന്നിരുന്നു. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ലോസ്റ്റ് എയർ ക്വാളിറ്റി ഇൻ 7 years ദ ഡേ ബിഫോർ ദീപാവലി എയർ ടു ടേൺ സിവിയർ ടു നൈറ്റ് എന്നാണ് പറഞ്ഞത്. ഒരുപാട് പാരാമീറ്റേഴ്സ് ഈ പറഞ്ഞ എയർ ക്വാളിറ്റിയായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇത് എന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? ഡൽഹിയിലെ എയർ ക്വാളിറ്റിയായി ബന്ധപ്പെട്ട ന്യൂസാണ്. നമുക്കറിയാം ഡൽഹിയാണ് ഏറ്റവും മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഇൻഡെക്സസിൽ ഇൻ്റർനാഷണൽ ഇൻഡീസസിൽ മോസ്റ്റ് പൊല്യൂട്ടഡ് എയർ ക്വാളിറ്റിയൊക്കെ ഉള്ളത് ഡൽഹിയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എയർ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതാണ്. സിവിയർ എന്ന സ്റ്റേജിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. പൊതുവേ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതിൽ സിവിയർ എന്ന് പറയുന്നത് അത്രയധികം പുവറായിട്ടുള്ള എയർ ക്വാളിറ്റി സിഗ്നിഫൈ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നാലും ഫയർ ക്രാക്കേഴ്സ്, അതായത് ഈ പറഞ്ഞ പടക്കങ്ങളൊക്കെ വിൽക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായാൽ പോലും അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഈ പറഞ്ഞ ദീപാവലിയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫയർ ക്രാക്കേഴ്സ് യാതൊരു കാരണവശാലും എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഡൽഹി. പക്ഷേ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസൊക്കെ ഭേദിച്ചുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആസ് സച്ച് ഇന്ത്യൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന രീതിയിൽ ഡൽഹിയുടെ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് ആൾക്കാരുടെയോ അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഓരോ അതായത് എൻവയോൺമെൻ്റലായിട്ടുള്ള ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫാക്ടറാണത്. ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ് നോക്കാം. വൈറ്റൽ ഇൻ്റർവെൻഷൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. സുപ്രീം കോർട്ട് മസ്റ്റ് ഡു എവറിത്തിങ് പോസിബിൾ ടു കർബ് ദി പ്രൊപ്പഗേഷൻ ഓഫ് ഹെയ്റ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പീച്ചുകൾ വളരെയധികം ഒരു കമ്മ്യൂണൽ ഹാർമണിയെ എഫക്റ്റ് ചെയ്യുന്ന, ഹാർമോണിയസ് ആയിട്ടുള്ള നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള നമ്മുടെ സെക്യുലറിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസിനെ വളരെയധികം ടാർണിഷ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ചിനുള്ളത്. അതുകൊണ്ട് ആര് തന്നെയും ഹെയ്റ്റ് സ്പീച്ച് വിദ്വേഷ പ്രസംഗങ്ങളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ അത് കാരണം ഒരു വയലൻസ് ഉണ്ടാവാനോ പാടില്ലാത്തതാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ റിലീജിയസ് ലീഡേഴ്സ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒന്നും ഈ പറഞ്ഞ ഒഫൻസീവായിട്ടുള്ള സ്പീച്ചുകൾ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ സുപ്രീം കോടതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ വന്നിരിക്കുകയാണ്. ദർ ഇസ് എ ഗുഡ് റീസൺ ഫോർ സുപ്രീം കോർട്ട് ടു ആസ്ക് ദ പോലീസ് ടു ബി പ്രോ ആക്റ്റീവ് ഇൻ ഡീലിംഗ് വിത്ത് ദി ഹെയ്റ്റ് സ്പീച്ച് ബൈ ടേക്കിംഗ് ഇമ്മീഡിയറ്റ് ലീഗൽ ആക്ഷൻ വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എ ഫോർമൽ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിൽ സുപ്രീം കോടതിൻ്റെ ഇടപെടൽ എന്താണ്? ഈ ഇടപെടൽ എന്ന് പറയുന്നത് പോലീസിനോട് പ്രോ ആക്റ്റീവ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യക്ഷമമായിട്ട് ഇത് ഈ കാര്യത്തിൽ വർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ലീഗലായിട്ടുള്ള കംപ്ലയിൻറ്റിന് മുമ്പേ തന്നെ സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉപയോഗിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതാണ് സുപ്രീം കോടതി ഇൻ്റർവെൻഷൻ. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടക്കുകയാണെങ്കിൽ അത് കാരണം ഒരു വയലൻസോ മറ്റു രീതിയിലും പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ വേണ്ടി പ്രോ ആക്റ്റീവായിട്ട് അതിനെ ഡീൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ദ പോലീസ് ഇൻ ഡൽഹി, ഉത്തർപ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ് ഓർഡർ ഈസ് ഇൻ റെസ്പോൺസ് ടു ദ അൺഎൻഡിങ് ഫ്ലോ ഓഫ് ഹെയ്റ്റ് സ്പീച്ചസ്. നിർത്താതെയുള്ള ഹെയ്റ്റ് സ്പീച്ചുകളാണ് എന്നാണ് പറയുന്നത്. ഒഫൻസീവായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിരീക്ഷണത്തിലാണ് ഇങ്ങനൊരു ഓർഡർ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അൺഎൻഡിങ് ഫ്ലോ ഓഫ് ഹെയ്റ്റ് സ്പീച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വിദ്വേഷ പ്രസംഗങ്ങളുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർക്കഥയാണ് എന്ന് പറയുന്നു. The court has referred to the growing climate of hate and taken note of the inaction in most instances despite the law containing provisions to deal with the phenomenon. നിയമപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കാൻ വേണ്ടി പോലീസിനും അതുപോലെ തന്നെ മറ്റ് അധികാരികൾക്കും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുവേ ഈ പറഞ്ഞ ആക്ഷൻ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രൊആക്റ്റീവ് ആവേണ്ട ആവശ്യം പോലീസിനുണ്ട്. അത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആയിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ അതിനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം കമ്മ്യൂണൽ ഹാർമണി, ഫ്രറ്റേണിറ്റി, ട്രാങ്ക്വിലിറ്റി, അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസിനൊക്കെ ഇത് ബാധിക്കും. കാരണം നമ്മളൊരു സെക്യുലർ ആയിട്ടുള്ള രാജ്യമാണ്.
നമ്മൾ മറ്റ് റിലീജിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എല്ലാവരും ഈക്വലി സപ്പോർട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യും ചെയ്യുന്ന ഒരു രാജ്യത്ത്, സെക്യുലർ ആയിട്ടുള്ള രാജ്യത്ത് ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തിനെക്കുറിച്ച് ഒഫൻസീവായിട്ട് പ്രസംഗിച്ചാൽ, മറ്റു രീതിയിൽ ഹിന്ദി പ്രസംഗിച്ച് കഴിഞ്ഞാൽ അത് എന്തിനെ ഡിസ്റപ്റ്റ് ചെയ്യും? ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഹാർമണീനെ, അതൊരു സെക്യുലർ ഫാബ്രിക്കിനെ തീർച്ചയായും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇൻ്റർവെൻഷൻ ബൈ ദ ഹയസ്റ്റ് court has become necessary in the light of some controversial religious leaders getting away lightly after making unacceptable comments, some of them tinged with genocidal tenor. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ചില റിലീജിയസ് ലീഡേഴ്സും എല്ലാം മുങ്ങുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും, ആ പഴുത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. It was religious conclave held in Haridwar last year that set the tone of hate speech case that is being heard now. Even then, the court has called for corrective measures leading to another conclave being prevented by local authorities in Roorkee and Uttarakhand. While the intervention may have halted a few meetings at the time, it cannot be said that such transgressions have ended. There had been a disconcerting pattern of Hindu festivals becoming an occasion for conduct of religious processions and the end in clashes caused by proactive behavior. ഇപ്പോൾ പല റിലീജിയസ് ആയിട്ടുള്ള മീറ്റിങ്ങുകളിലുമാണ് ഈ പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻസ് നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ വിദ്വേഷ പ്രസംഗങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയി നടക്കുന്ന സമയത്ത് ഇടപെടൽ ആവശ്യമാണ്. കാരണം ഇന്ത്യൻ്റെ സെക്യുലർ ഫാബ്രിക്കും അതുപോലെ തന്നെ കമ്മ്യൂണൽ ഹാർമണിയും പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റും. ഫ്രട്ടർണിറ്റി, ബ്രദർഹുഡ്, അങ്ങനെയുള്ള കോർ വാല്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കർബ് ചെയ്തത് കൊണ്ട് മാത്രം അത് നിൽക്കുന്നില്ല. അതിനൊരു സെൻസിറ്റൈസേഷൻ ആവശ്യമാണ്, ഒരു അവെയർനെസ് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏത് വിധേനയും സുപ്രീം കോടതി ഇടപെട്ട് ഹെയ്റ്റ് സ്പീച്ചുകൾ അല്ലെങ്കിൽ വിദ്വേഷ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നും നിർത്തലാക്കണമെന്നൊക്കെയാണ്. അപ്പോൾ അതിന് വ്യക്തമായ ലീഗലായിട്ടുള്ള പ്രൊവിഷൻസ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ, പലപ്പോഴും വളരെ ഡൈവേഴ്സായിട്ട് റിലീജിയൻസും അതുപോലെ തന്നെ കൾച്ചേഴ്സും ഉള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളും ഒരു ഗ്രൂപ്പ് മറ്റൊരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ബാധിക്കും. അതുപോലെ തന്നെ സെക്യുലർ ആയിട്ടുള്ള രാജ്യമായ ഇന്ത്യയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. റിലീജിയസ് ടോളറൻസ്, മറ്റു മതക്കാരെ നമ്മൾ ഒരുമിച്ച് കോഎക്സിസ്റ്റ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ആ കോഎക്സിസ്റ്റൻസ് ഇല്ലാതാവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു മതത്തെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിനോട് പറയുകയാണെന്ന് വിചാരിക്കട്ടെ, ഒരു റിലീജിയസ് ലീഡർ. അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും? മറ്റു മതത്തോടുള്ള കോഎക്സിസ്റ്റൻസ്, ഒരുമിച്ചുള്ള നിലനിൽപ്പ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആക്ഷൻ പോലീസിനോട് എടുക്കണമെന്ന് സുപ്രീം കോടതി പറയുകയാണ്. ഏത് വിധേനയും അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ന്യൂസിൽ പറയുന്നത്. ദ കോമ്പറ്റീഷൻ കമ്മീഷൻസ് 1300 crore ഫൈൻ ഓൺ ഗൂഗിൾ എന്ന് പറഞ്ഞ ന്യൂസാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1300 കോടിയാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിക്ക് പിഴ ചുമത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണത്തിനപ്പുറം ഈ പറയുന്ന എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് ആദ്യം നോക്കാം. എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ടു ഇൻഡ്യൂസ് എ ഫെയർ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് എന്നാണ്. എല്ലാവർക്കും ഈ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറയില്ലേ, എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു സാഹചര്യം കോമ്പറ്റീഷന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ഒരുക്കി കൊടുക്കലാണ്. അല്ലാതെ ഇപ്പോൾ ഒരു വലിയ കമ്പനി പതിവിലും കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബില്യൺ സെയിൽസ് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ, ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇ കൊമേഴ്സ് സൈറ്റുകൾ കൊടുക്കുമ്പോൾ സാധാരണ പുറത്തുള്ള ആൾക്കാരെ, വെൻഡേഴ്സിനെ അല്ലെങ്കിൽ മർച്ചൻസിനെ, സെല്ലേഴ്സിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി രണ്ടുപേരും ഈക്വലി ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഇ കൊമേഴ്സ് ആയിക്കോട്ടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന രണ്ട് സെപ്പറേറ്റ് കമ്പനികളായിക്കോട്ടെ, അവർക്കൊക്കെ എന്താണ് ഒരു ഫെയർ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്, ഒരേപോലെയുള്ള മാനദണ്ഡങ്ങളനുസരിച്ച് മുമ്പോട്ട് ബിസിനസ് ചെയ്യാൻ എൻഷുർ ചെയ്യുന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരാൾക്ക് ക്യാപിറ്റൽ കൂടുതലായതുകൊണ്ടോ, ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ കൂടുതലായതുകൊണ്ടോ, അവർക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് കൊണ്ടോ പ്രൈസിങ്ങോ മറ്റു കാര്യമോ മറ്റേ കമ്പനിയുടെ വിൽപ്പന തകർക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് കാര്യം. അപ്പോൾ 1300 കോടിയുടെ ഫൈൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ യൂട്യൂബിൻ്റെ ഏറ്റവും റവന്യൂ ഏണിംഗ് ആപ്പായിട്ടുള്ള യൂട്യൂബിൻ്റെ എഡ്ജ്, അതിനൊരു സ്വാധീനം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ അതിന് സഹായിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണമായി പറയുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെഡ് ദാറ്റ് ഡ്യൂ ടു ഗൂഗിൾസ് വേരിയസ് എഗ്രിമെൻറ്റ്സ് വിത്ത് മാനുഫാക്ചറേഴ്സ്, വൺ ഓഫ് ഇറ്റ്സ് മേജർ റവന്യൂ ഏണിംഗ് ആപ്സ് യൂട്യൂബ് ഗെയിൻഡ് എ സിഗ്നിഫിക്കൻറ്റ് എഡ്ജ് ഓവർ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ഓൺലൈൻ വീഡിയോ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഗൂഗിളിൻ്റെ വേരിയസ് എഗ്രിമെൻറ്റ്സ് വിത്ത് മാനുഫാക്ചറേഴ്സുമായിട്ടുള്ള പല എഗ്രിമെൻറ്റ്സ് കാരണവും യൂട്യൂബ് മേജർ റവന്യൂ ഏണിംഗ് ആപ്പാണ് ഗൂഗിളിൻ്റെ ഗെയിൻഡ് എ സിഗ്നിഫിക്കൻറ്റ് എഡ്ജ് ഓവർ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ഓൺലൈൻ വീഡിയോ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ വീഡിയോ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിന്
മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെക്കാളും ഒരു എഡ്ജ് എന്തിന് യൂട്യൂബിനും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ റവന്യൂ അതിനെ ഇൻഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുപോലെ തന്നെ അതിൻ്റെ റോളും ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സ് ന്യൂസിൽ ഇന്ത്യാസ് വിക്ടറി ഓവർ പാകിസ്ഥാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ന്യൂസിൽ പറഞ്ഞതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിക്ടറി തന്നെയാണ്. കോഹ്ലീസ് ഡാസ്ലിംഗ് നോക്ക് ലൈറ്റ്സ് അപ്പ് ഇന്ത്യാസ് ദീപാവലി ഈവ് എന്നാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. ബൈ, ടേക്ക് കെയർ, സീ യു ടുമോറോ.